ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ കുലദൈവാനുഗ്രഹം നമ്മുടെ വീടുകളിൽ എന്നും ഉണ്ടാകുവാനായിട്ട് നമ്മൾ നിത്യവും തെളിയിക്കുന്ന ദീപത്തിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു സാധനം മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. നമ്മൾ എത്ര തന്നെ വഴിപാടുകളും പൂജകളും അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനങ്ങളും എല്ലാം നടത്തിയാലും നമ്മുടെ കുലദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാകും, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് മാത്രമല്ല, നിങ്ങൾ എത്ര തന്നെ സമ്പാദിച്ചാലും അത് നിങ്ങളുടെ കയ്യിൽ കാണുകയുമില്ല. മാത്രമല്ല, ഇടയ്ക്കിടെ നമുക്ക് വിഷമകരമായ ഓരോ കാര്യങ്ങൾ കേൾക്കുവാൻ ഇടവരുകയും ചെയ്യുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്ര ഇഷ്ടദൈവങ്ങൾ ഉണ്ടെങ്കിലും സാരമില്ല, നമ്മുടെ കുലദൈവത്തെ മറന്നുള്ള ഒരു ജീവിതം നമുക്ക് സാധിക്കില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. കാരണം നമ്മുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറിക്കിട്ടുവാനായിട്ട് നമ്മളോടൊപ്പം എന്നും നിന്ന് നമ്മളെ പിന്തുണയ്ക്കുന്നത് നമ്മുടെ കുലദൈവം മാത്രമാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എത്രയോ കഷ്ടപ്പാടുകളാണ്, ജാതകവശാൽ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ പോവുകയാണ്, വീട്ടിലെപ്പോഴും നിരന്തരമായി പ്രശ്നങ്ങൾ മാത്രമാണ്, ഇതിൽ നിന്നെല്ലാം തന്നെ എനിക്കൊരു മോചനമില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ എപ്പോഴും, നമ്മുടെ വീഡിയോകൾ കാണുന്നവരാണെങ്കിലും ശരി, അതല്ല നമുക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കുന്നവരോട് ആണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ, നമ്മുടെ കുലദൈവത്തെ മറന്ന് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്കത് വളരെയധികം ദോഷമായി ഭവിക്കുന്ന ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കുലദൈവം ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമയത്തെല്ലാം കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുക. അതും അല്ല, ഞങ്ങൾ ദൂരെയാണ്, വർഷത്തിൽ ഒരു തവണ മാത്രമേ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക. എപ്പോഴും രാവിലെ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമല്ല, ഏതൊരു പ്രവർത്തികളിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിലും, ഏതൊരു നല്ല കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിലും നിങ്ങളുടെ കുലദൈവത്തിന്റെ തിരുനാമം നിങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ മന്ത്രമുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇതെല്ലാം തന്നെ കുലദൈവ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാകുവാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി ചിലർ പറയും, ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് മാഡം, എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ കുലദൈവത്തിന്റെ അനുഗ്രഹം നിരന്തരമായിട്ട് ഉണ്ടാകണം, കുലദൈവം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകണം, ഞങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പരിപൂർണമായും ഉണ്ടാകണം എന്ന് പറയുന്നവർ ഒരു കാര്യം മാത്രം, നമ്മൾ നിത്യവും ദീപം തെളിയിക്കുന്ന ദീപത്തിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു സാധനം ഇടുക. ഓരോരുത്തർക്കും ഓരോ കുലദൈവമായിരിക്കും ഉള്ളത്. അതിൽ ശക്തി സ്വരൂപിണിയായ ദേവി കുലദൈവമായി ഉള്ളവർ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ, ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലെ ദീപം തെളിയിക്കുമ്പോൾ, അത് നിങ്ങൾ മൺവിളക്കാണെങ്കിലും കാമാക്ഷി വിളക്കാണെങ്കിലും ഗജലക്ഷ്മി വിളക്കാണെങ്കിലും അല്ല നിലവിളക്കാണെങ്കിലും സാരമില്ല, ശുദ്ധമായ മഞ്ഞൾ, അതും പച്ചമഞ്ഞൾ പൊടിച്ചത് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന പൂജയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ശുദ്ധമായ മഞ്ഞളിൽ പനിനീര് കലർത്തി കുഴച്ച് ഒരു 3 ചെറിയ ഉരുളകളാക്കി നമ്മൾ തെളിയിക്കുന്ന ദീപത്തിൽ ഇടുക. നിങ്ങൾ ദീപം നെയ്ദീപമാണോ അതല്ല നല്ലെണ്ണ ദീപമാണോ, അത് ഏത് ദീപമായിക്കോട്ടെ, നിങ്ങൾ ആ ദീപത്തിൽ ഇടുക. നിങ്ങൾ ദീപത്തിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് മുഴുവനായിട്ടും ആ എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ കലർന്ന് നമുക്ക് തെളിയിക്കുന്ന ആ ദീപജ്യോതിയോടൊപ്പം തന്നെ കലരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ ചെയ്തു വരിക. ഇനി എത്ര ദിവസം ചെയ്യണം അല്ലെങ്കിൽ എത്ര ആഴ്ചകൾ ചെയ്യണം, എപ്പോൾ മുതൽ തുടങ്ങണമെന്ന് പലർക്കും സംശയമുണ്ടാകാം. നമ്മുടെ ജീവിത അവസാനം വരെയും നമുക്കിത് ചെയ്യാം. കാരണം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഇനി വരുന്ന തലമുറകൾക്കും കുലദൈവാനുഗ്രഹം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എപ്പോഴെല്ലാം സാധിക്കുന്നുവോ എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ചെയ്യുക. ശക്തി കുലദൈവമായിട്ട് നമ്മളോടൊപ്പം ഉള്ളവർ മാത്രം ഈ ഒരു രീതി ചെയ്യാവുന്നതാണ്. മാത്രമല്ല, നമ്മൾ ആ ദീപത്തിലെ എണ്ണ മുഴുവൻ കഴിയുന്നത് വരെയും ദീപം തെളിഞ്ഞു കത്തുവാനായിട്ടും അനുവദിക്കുക. കൂടാതെ നിങ്ങൾ ഓരോ ഉരുളകളായിട്ട് ഇടുന്ന സമയത്തും കുലദൈവത്തിന്റെ ആ ഒരു പേര് ഉച്ചരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഇടുവാനായിട്ടും ശ്രമിക്കുക. ഒരു പക്ഷേ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല.
അടുത്ത ആഴ്ച ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റാരോടെങ്കിലും നമുക്ക് ഇതുപോലുള്ള ഒരു രീതി ചെയ്യുവാനായിട്ട് പറയുക. മാത്രമല്ല വെള്ളി, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ ദീപധൂപങ്ങൾ കാണിക്കുക, അതുപോലെ തന്നെ സാമ്പ്രാണി കാണിക്കുക, കുലദൈവത്തിന്റെ മന്ത്രങ്ങൾ ചൊല്ലുക, കുലദൈവത്തിന്റെ ഭസ്മം ഉണ്ടെങ്കിൽ വീട്ടിലെ എല്ലാവരുടെ നെറ്റിയിലും അണിയിച്ചു കൊടുക്കുക. ഇതെല്ലാം ചെയ്യുന്നത് കുലദൈവാനുഗ്രഹം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുവാൻ സാധിക്കുന്ന ഒന്നാണ്. 1-2 ആഴ്ചകൾ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കൈകൂടി വരുന്നതായിരിക്കും. ഇനി നമ്മൾ മുരുക ഭഗവാൻ കുലദൈവമായിട്ടുള്ള വ്യക്തികളാണ് ഉള്ളത് എങ്കിൽ, മുരുക ഭഗവാൻ ഒരുപാട് പേർക്ക് കുലദൈവമാണ് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇനി ഞാൻ പറയുവാൻ പോകുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ഏതൊരാൾക്ക് കുലദൈവമായിട്ടുണ്ടോ അവർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അരിമാവ് കൊണ്ട് കോലമിട്ട് അതിനു മുകളിൽ ഒരു തട്ടം വെച്ച് അതിനു മുകളിൽ നമ്മൾ മുരുക ഭഗവാന് ഏത് ദീപമാണോ തെളിയിക്കുന്നത് ആ ദീപം തെളിയിക്കാം. ഈ ദീപത്തിൽ നിങ്ങൾ ഇടേണ്ട വസ്തു എന്ന് പറയുന്നത് 9 എണ്ണം തുവരം പരിപ്പാണ്. തുവരം പരിപ്പ് എന്ന് പറയുമ്പോൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ്. മുരുക ഭഗവാന് തുവരം പരിപ്പ് ദീപം തെളിയിക്കുവാനായിട്ട് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. അതേ പരിപ്പ് തന്നെയാണ്, അതായത് നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന അതേ പരിപ്പ് തന്നെയാണ്. 9 എണ്ണം നമ്മൾ ചൊവ്വാഴ്ച ദിവസത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദീപം തെളിയിക്കുന്ന സമയത്ത് ഭഗവാന്റെ മുൻപിൽ വെച്ച് തെളിയിക്കുന്ന ആ ദീപത്തിന് അകത്തേക്ക് ഇടേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, അരിമാവ് കൊണ്ട് കോലമിട്ട് അതിന് മുകളിൽ തട്ടം വെച്ച് അതിന് മുകളിൽ ദീപം തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇങ്ങനെ എല്ലാ ആഴ്ചകളിലും ചെയ്തു വരിക. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റി നമ്മളോടൊപ്പം തന്നെ നമ്മുടെ കുലദൈവം ഉണ്ടാകുന്നതായിരിക്കും. ഇനി മൂന്നാമതായിട്ട് ശിവഭഗവാനെ കുലദൈവമായിട്ട് കൊണ്ടിരിക്കുന്നവർ എന്തു ചെയ്യണം എന്ന് സംശയമുണ്ടാകും. അതും കാണാം. ശിവഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒന്നാണ് ഭസ്മം എന്ന് പറയുന്നത്. ഭസ്മം എന്നാൽ ശിവഭഗവാൻ, ശിവഭഗവാൻ എന്നാൽ ഭസ്മം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ശുദ്ധമായ ഭസ്മം എടുത്ത് പനിനീര്, അതുമല്ലെങ്കിൽ വെള്ളം, ഇവ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കുഴച്ച് ഒരു ഉരുളയെങ്കിലും ആക്കുക. നമ്മൾ 3 ഉരുളയാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് വലിയ ഒരു ഉരുളയാക്കാൻ സാധിക്കുമെങ്കിൽ വലിയ ഒരു ഉരുളയാക്കിയിട്ട് അത് നമുക്ക് തെളിയിക്കുന്ന ദീപത്തിൽ ഇടാവുന്നതാണ്. നിങ്ങൾ ഏത് തിങ്കളാഴ്ചയാണോ ഇടുന്നത് ആ ദിവസം തന്നെ, ഇപ്പോൾ രാവിലെയാണ് ദീപം തെളിയിക്കുന്നതെങ്കിൽ ആ ദിവസം വൈകുന്നേരം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കയറി വരുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുലദൈവത്തിന്റെ ഒരു മണം എന്ന് പറയും, അതായത് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു മണം നിങ്ങളിലേക്ക് വന്നിറങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. എപ്പോഴും ദീപം തെളിയിച്ചാലും ചന്ദനത്തിരി തെളിയിച്ചാലും അല്ല നമ്മൾ വീട്ടിൽ സുഗന്ധമുണ്ടാകുവാൻ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും സാരമില്ല. ഈ ഒരു മണം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാത്തിൽ നിന്നും മാറ്റി ആ ഒരു കാര്യം, കുലദൈവത്തിന് ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു മണമായിട്ട് മാറുന്നതായിരിക്കും. ഒരാഴ്ച നിങ്ങൾ ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ തിങ്കളാഴ്ചകളിലും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സാധാരണ ശിവഭഗവാനും മുരുക ഭഗവാനും ഭസ്മ അഭിഷേക പ്രിയരാണ്. ഏതൊരു വ്യക്തി ജീവിതത്തിൽ സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിലും ശിവഭഗവാനാണെങ്കിലും ഭസ്മ അഭിഷേകം കാണുന്നുവോ അവർക്ക് ജീവിതത്തിൽ മാറാ രോഗങ്ങളൊന്നും വന്നു ചേരില്ല എന്നാണ് പറയുന്നത്. രോഗങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അഭിഷേകമാണ് ഭസ്മ അഭിഷേകം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭസ്മം കൊണ്ട് നമ്മൾ ദീപം തെളിയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ദീപം തെളിഞ്ഞു കത്തുന്ന ദീപത്തിൽ ഭസ്മം ഇടുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും, എല്ലാ മഹാവ്യാധികളും മാറിക്കിട്ടും. ദൈവാനുഗ്രഹം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി നാരായണ സ്വാമി കുലദൈവമായിട്ടുള്ളവർ, അത് വെങ്കടാചലപതി ആയിക്കോട്ടെ, ഗോവിന്ദമൂർത്തി ആയിക്കോട്ടെ, വിഷ്ണു ഭഗവാൻ ആയിക്കോട്ടെ, ഇങ്ങനെ പല പേരുകളിലും ഭഗവാൻ കുലദൈവമായിട്ട് അറിയപ്പെടുന്നുണ്ട്. ചിലർ പറയും ഞങ്ങൾക്ക് കാലങ്ങളായി കുലദൈവം ആരാണ് എന്ന് പോലും അറിയില്ല, അതുകൊണ്ട് തന്നെ മലമുകളിലുള്ള നാരായണ സ്വാമിയെ ഞങ്ങളുടെ കുലദൈവമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെങ്കടാചലപതി ഭഗവാനാണ് കുലദൈവം എന്ന് പറയുന്നവരാണെങ്കിലും ദീപം തെളിയിക്കുന്ന സമയത്ത്, അതും ഏത് ദിവസം, നമ്മുടെ വെങ്കടാചലപതിക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസമാണ്. ഈ ശനിയാഴ്ച ദിവസത്തിൽ നമ്മൾ ഭഗവാന്റെ മുൻപിൽ തെളിയിക്കുന്ന ദീപത്തിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം പൊടിയാക്കി അത് ഇടാവുന്നതാണ്. നിങ്ങൾ പൊടിയാക്കി ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം അങ്ങനെ തന്നെ ഇടാം. പൊടിയാക്കി ഇടുന്ന സമയത്ത് അതിൻ്റെ മണം മുഴുവനായിട്ടും നമ്മുടെ വീടുകളിൽ പരക്കുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ തന്നെ പൊടിക്കാതെ ഇടുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും, അലിയുകയില്ല. അത് കാരണമാണ് ഞാൻ പറയുന്നത് പൊടിയാക്കി ഇടുക. പച്ചക്കർപ്പൂരം, അതിനോടൊപ്പം തന്നെ 3 ഏലയ്ക്ക
മാത്രമല്ല 2 ഗ്രാമ്പു ഇവ പൊടിയാക്കി നമ്മൾ ഈ ദീപത്തിൽ ഇടുകയാണെങ്കിൽ നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ കുലദൈവമായ നാരായണ സ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടാകുന്നതായിരിക്കും. മാത്രമല്ല നമ്മളെ വിട്ട് അവർ ഒരിക്കലും വേറെ എങ്ങും പോകില്ല, നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് നമ്മളോടൊപ്പം കൂട്ടായി നിൽക്കുന്നതായിരിക്കും. ഇനി ചിലർ ചോദിക്കും, ഞങ്ങൾക്ക് കണ്ടാകർണനാണ്, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും കുലദൈവമാണ് എന്ന് പറയുകയാണെങ്കിലും സാരമില്ല. ഏത് ദൈവങ്ങൾക്കും അനുയോജ്യമായ ഒന്ന് തന്നെയാണ് ഭസ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിവഭഗവാന്റെ ഭസ്മം ആ ഒരു ഉരുളകളാക്കി ഞാൻ ഇടുവാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ബാക്കി ഇനി വരുന്ന ദൈവങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുകയാണെങ്കിലും ശരി, അവർക്ക് നിങ്ങൾ ഉരുളകളാക്കി ഭസ്മം നമ്മൾ തെളിയിക്കുന്ന ദീപത്തിലിട്ട് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അത് വീട്ടിൽ അവരുടെ പടം ഇല്ലെങ്കിലും സാരമില്ല, നമ്മുടെ മനസ്സിൽ നമ്മുടെ കുലദൈവം ഉണ്ടല്ലോ, അത് മതിയാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ ഒന്ന് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി ലക്ഷ്മി ദേവി കുലദൈവമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ വെറും 2 ഏലക്ക പൊടിയാക്കി അത് നമുക്ക് തെളിയിക്കുന്ന ദീപത്തിലിടാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഏലക്ക, പച്ചക്കർപ്പൂരം, ഗ്രാമ്പു, അതിനോടൊപ്പം തന്നെ കറുകപ്പട്ടയുടെ പൊടി എന്നിവ കലർത്തി ഒരു മിശ്രിതമാക്കി നമ്മൾ എപ്പോഴും നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തെളിയിക്കുന്ന ദീപത്തിൽ ഇതിൻ്റെ ഒരു നുള്ള് പൊടി നമുക്ക് ഇട്ട് ദീപം തെളിയിക്കാവുന്നതാണ് എന്ന്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം കുറച്ച് നമ്മുടെ വാസനദ്രവ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജവ്വാദ് പൗഡർ, ഞാൻ നേരത്തെ തന്നെ ജവ്വാദ് പൗഡറിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ആ ഒരു പൊടിയും നമുക്ക് ഇടാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവി കുലദൈവമായിട്ടുള്ളവർ ഈ ഒരു വഴിപാട് ചെയ്തു നോക്കുക. സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് വരുവാനും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനും സാധിക്കുന്നതാണ്. ഇനി ഞങ്ങൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു മാഡം, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ കുലദൈവം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കും. നിങ്ങൾ സാധാരണ ഇത്രയും ദിവസം ഈ വീഡിയോ കാണുന്നതിന് മുന്നേ വരെ എങ്ങനെയിരുന്നോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് പോലുള്ള ഒരു ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് എവിടെ നിന്നെങ്കിലും ഗൗളിയുടെ ശബ്ദം നിങ്ങളുടെ വീടുകളിൽ ചിലയ്ക്കുന്നത് കേൾക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള പല്ലികൾ നിങ്ങളുടെ പൂജാമുറിയിൽ കാണുവാൻ സാധിക്കും. ഇനി മാത്രമല്ല, നമ്മുടെ പൂജാമുറിയിൽ കയറുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. എന്തിനാ കാരണം എന്ന് പോലും അറിയില്ല, നമുക്ക് പെട്ടെന്ന് ഒരു സന്തോഷം തോന്നും. പൂജകൾ ചെയ്യുവാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. അതുപോലെ തന്നെ നല്ല ഒരു മണം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. ഇതെല്ലാം നിൽക്കട്ടെ, ഇനി ഒന്നുകൂടി ഉണ്ട്. വീട്ടിൽ ഇത്രയും നാൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം കുറേശ്ശെയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഒരു സമയത്ത് രാവിലെ എഴുന്നേറ്റ് ദീപം പോലും തെളിയിക്കാൻ സാധിക്കുന്നില്ല മാഡം എന്ന് പറഞ്ഞിരുന്നവർ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു, ദീപം തെളിയിക്കുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ ഉഷാറോടുകൂടി, വളരെ ഉത്സാഹത്തോടുകൂടി അവർക്ക് അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. ഇത് മാത്രമല്ല, വീട്ടിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും, പണവരവ് വർദ്ധിക്കും, നമ്മളെ നോക്കി വരുന്ന ആപത്തുകൾ ഇല്ലാതാവും. മാത്രമല്ല, ചിലരുടെ ജാതകവശാൽ കണ്ടകശനിയാണ്, 7.5 ശനിയാണ്, ഞങ്ങൾക്ക് അഷ്ടമ ശനിയാണ് എന്നെല്ലാം പറഞ്ഞാലും സാരമില്ല. കുലദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഏതൊരു ദോഷവും നമ്മളെ ബാധിക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക. മാത്രമല്ല, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമയത്തെല്ലാം കുലദൈവ ക്ഷേത്രത്തിൽ നിങ്ങളെ കൊണ്ട് എന്ത് അവിടെ വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുവോ, ഒരു പക്ഷേ ചില ക്ഷേത്രങ്ങളിലെല്ലാം അന്നം ദാനം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 10 കിലോ അല്ലെങ്കിൽ 20 കിലോ അരി വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവിടുത്തെ ദീപം തെളിയിക്കുവാനുള്ള എണ്ണ വാങ്ങിച്ചു കൊടുക്കാം, നെയ്യ് വാങ്ങിച്ചു കൊടുക്കാം, അതും അല്ലെങ്കിൽ ശർക്കര, അതായത് വെല്ലം വാങ്ങിച്ചു കൊടുക്കാം. ഇതെല്ലാം തന്നെ നമ്മുടെ കർമ്മ പാപ ഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്ന ഒരു സൂക്ഷ്മ രഹസ്യങ്ങളിൽ പലതുമാണ്. ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത്. നിങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക. ഇനി കുലദൈവ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്നും ഒരു കൈപ്പിടി മണ്ണ് എടുത്തിട്ട് വന്ന് ഒരു ദിവസം നമ്മുടെ പൂജാമുറിയിൽ വെച്ച് മഞ്ഞൾ നിറത്തിലുള്ള തുണിയോ ചുവപ്പ് നിറത്തിലുള്ള തുണിയിലോ ആ ഒരു മണ്ണ് ആക്കി ഒരു കിഴി രൂപത്തിലാക്കി ദീപധൂപ ആരാധനകൾ കാണിച്ച് നമ്മുടെ വീട്ടിൻ്റെ മുൻഭാഗത്ത്, അതായത് വീടിന് പുറത്ത് മുൻഭാഗത്ത് അത് കെട്ടി തൂക്കാവുന്നതാണ്. ദുഷ്ടശക്തികൾ നമ്മുടെ വീട്ടിലേക്ക് വരില്ല. നെഗറ്റീവ് ശക്തികളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അത് തുരത്തി ഓടിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു കിഴി എന്ന് പറയുന്നത്. കുലദൈവം നമ്മുടെ വീട്ടിൽ എന്നും തങ്ങി നിൽക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ
ഈ കിഴി എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ കുലദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയുന്നത്. കുലദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കും. ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറച്ച വിശ്വാസത്തോടു കൂടി പറയുന്നത്. കുലദൈവത്തെ കൈയെടുത്ത് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല, ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാകില്ല. തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കും. നമ്മുടെ കുലത്തിന് മാത്രമല്ല, ഇനി വരും തലമുറകൾക്കും അതിൻ്റെ ആ ഒരു ഭാഗ്യം അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.